നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസ് 3ാം ഘട്ട പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 4ാം ഘട്ടം ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുക. റീസെന്റ് ആയിട്ട് പി എസ് നടത്തുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ അനലൈസ് ചെയ്തിരിക്കണം, പി എസ് ട്രെൻഡ് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ഒരു ആൻസർ കീയിലേക്ക് പോയാലോ? പി എസ് പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഇതിന്റെ മാർക്ക്ഡ് PDF ടെലഗ്രാമിൽ ഇട്ട് തരണമെന്നുണ്ടെങ്കിൽ യെസ് എന്നോ PDF എന്നോ താഴെ കമന്റ് ചെയ്താൽ മതി. നമ്മുടെ ടെലഗ്രാം ചാനൽ ഇതിന്റെ മാർക്ക്ഡ് PDF ഞാൻ എന്തായാലും ഷെയർ ചെയ്തേക്കാം. ഓക്കെ, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കൂ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം. നോട്ട് ചെയ്യൂ, PSC കൊടുത്ത ഉത്തരം ഷോട്ടുഗായി ആണ്. ധോളാവീര ആയിരുന്നു വരേണ്ടിയിരുന്നത്. PSC കൊടുത്തത് ഷോട്ടുഗായി ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, CE 1ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക് ഏതാണ്? യൗധേയർ ആണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിന്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം ഏതാണ്? ദാമിൻ കോഹ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാ? കണ്ണൂർ ജില്ല. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? EP രാജഗോപാലൻ. അയ്യാവഴി എന്നറിയപ്പെടുന്ന വിശ്വാസ സമ്പ്രദായത്തിന്റെ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വാഗ്ഭടാനന്ദൻ. 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി ഏതാ? ഡൗസൺ ആണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ അച്ചടിശാല സെന്റ് ജോസഫ് പ്രസ് ആണ്. ഉയർന്ന പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുഗ്യാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ഏതാ? ആരവല്ലിയാണ്. സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീര സമതലത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാം? ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാത ശൃംഖല ഏതാണ്? സുവർണ ചതുഷ്കോണം. കൃഷ്ണരാജ സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി. ധാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത് രാജസ്ഥാൻ ബാഗർ എന്ന പേരിലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഉൾപ്പെടാത്തത് അഫ്ഗാനിസ്ഥാൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അലോഹ ധാതു ഏതാ? മൈക്കയാണ്. അഭ്രം. ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഭംഗർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസഫ് അലിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഗദ്ദാർ പാർട്ടി സ്ഥാപിതമായ വർഷം ഏതാ? 1913. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ്. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യത്തെ കലാപം ഏതാ? ആറ്റിങ്ങൽ കലാപം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആര്? മൗലാന അബുൽ കലാം ആസാദാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം ഏതാ? മണിപ്പൂരാണ്. മണിപ്പൂർ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ബെൽഗാം കോൺഗ്രസ് സമ്മേളനമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ
ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയാണ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 86-ാം ഭേദഗതി. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകൃതമായ കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്? രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാ? 2005. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് തിരിച്ചറിയുക ഏതാണ്? കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി കാമ. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ പ്രിലിംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തി പ്രിലിംസ് എഴുതി കഴിഞ്ഞ് വെറുതെ ഇരിക്കരുത്. മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളാം. നമ്മൾ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 10-ാം തീയതി കമ്പനി LGSന്റെ മെയിൻസിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ വർഷം അവസാനം വരെ, അതായത് 2026 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഫുൾ സിലബസ് കവറേജ് ആട്ടോ കോഴ്സിൽ. GK, കറണ്ട് അഫയേഴ്സ്, മാത്സ്, മെന്റൽ എബിലിറ്റി, സയൻസ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പഴയ CRT, പുതിയ CRT, NCRT ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫീസ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. 1299 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. ഇത്രയും ബൾക്കായിട്ടുള്ള പാക്കേജിന് ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും ക്ലാസ് പോകുന്നത്. നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. മെയിൻസ് ആണ് ഏറ്റവും വലിയ കടമ്പ. നിങ്ങൾ ഉന്നം വെക്കേണ്ടത് മെയിൻസ് ആണ്. അല്ലാതെ പ്രിലിംസിന് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു, മെയിൻസിന് വീക്കായി പോയി കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. പ്രിലിംസ് ജസ്റ്റ് ക്വാളിഫയിങ് എക്സാം മാത്രമാണെന്ന് മനസ്സിലാക്കുക. മെയിൻസിന് വേണം നിങ്ങൾ 101% കൊടുക്കാൻ. അപ്പൊ അതിനുവേണ്ടി ഹർഷിതം എഡ്യൂടെക് തയ്യാറായി കഴിഞ്ഞു. കൂടെ കൂടിക്കോളൂ. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് കൊടുത്തേക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സ്ആപ്പ് നമ്പറും കൂടി ഞാൻ ഫസ്റ്റ് കമന്റ് കൊടുത്തേക്കാം. അവരെ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. സെറ്റ് അല്ലേ? ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരെയും ഒന്ന് അറിയിച്ചേക്കണേ. ഈ തിങ്കളാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓഗസ്റ്റ് മാസം 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതുവരെ പഠിക്കാത്ത ആൾക്കാരാണോ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണോ, ആരായാലും കുഴപ്പമില്ല, കൂടെ കൂടിക്കോളൂ. കട്ടയ്ക്ക് നമുക്ക് പഠിച്ചു മുന്നേറാം. ഓക്കെ, അടുത്ത ചോദ്യം, ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ജനുവരി 24, 1950. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? കോവാറണ്ടോ ആണ്. കോവാറണ്ടോ. കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയെ കർണാടകത്തെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരം നിലമ്പൂർ ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് നീങ്ങുന്ന പാത. കമ്പം ചുരം തൊടുപുഴ കട്ടപ്പന നെടുങ്കണ്ടം പ്രദേശങ്ങളെ തമിഴ്നാട്ടിലെ കമ്പം മധുര പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ നമ്മൾ ആൻസർ കീ ചെയ്ത സമയത്ത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ചിമ്മിനി വന്യജീവി സങ്കേതം ഞാൻ ഇടുക്കിയിലാണ് ഉൾപ്പെടുത്തിയത്. അത് ഒരു അശ്രദ്ധ മൂലം സംഭവിച്ചതാണ്. അപ്പോൾ ചിന്നാറും പെരിയാറും മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ C ആണ് ഉത്തരം. ചിമ്മിനി എവിടെ വരുന്നത്? തൃശ്ശൂരാണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് ഏത്? ശരിയായത് 1ഉം 2ഉമാണ്. ഇവിടെ PSC നൽകിയ ഉത്തരമാണ് പറഞ്ഞത്, ഓപ്ഷൻ B. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോണേ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെ? പാലക്കാട്, മലപ്പുറം, തൃശൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടുംചോല ദേശീയോദ്യാനം. അർജുന അവാർഡ് നേടിയ KC ഏലമ്മയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത. വോളിബോൾ കായിക ഇനത്തിൽ പ്രസിദ്ധമായി. അടുത്തത്, നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 3 മാത്രം ശരി. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്. ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഏതാണ്? ശാസ്താംകോട്ട കായൽ. അടുത്ത ചോദ്യം, 1972 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്ട് കേരളത്തിലെ ഏത് തുറമുഖത്താണ് ആദ്യം നടപ്പിലാക്കിയത്? നീണ്ടകരയിലാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉം 4ഉമാണ്. 1ഉം 2ഉം
4 ഇവിടെയും ചെറിയൊരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കലാപത്തെ അടിച്ചമർത്താൻ തന്നെയാണ് MSP രൂപീകരിച്ചത്. അതായത് 1921 മലബാർ കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക സായുധ പോലീസ് വിഭാഗം ഏതാന്ന് ചോദിച്ചാൽ മലബാർ സ്പെഷ്യൽ പോലീസ് ആണ്. പക്ഷെ PSC കൊടുത്തത് 1, 2, 4 എന്നതാണ്. അത് നിങ്ങളൊന്ന് നോക്കിയേക്കാം കേട്ടോ, ആ ഒരു ചോദ്യം. അടുത്ത ചോദ്യം, പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന ഏതാ? ബാലസമുദായ പരിഷ്കരണീ സഭ. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളെയും അതിന്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരി വേട്ട ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനം ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകളായി കൊടുത്തിരിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ആപ്തവാക്യം കാവുപാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. കേരളത്തിലെ ആദ്യത്തെ മിശ്രഭോജ സംരംഭമായി ആരംഭിച്ച സാമൂഹിക സംഘടന ഏതാണ്? സഹോദര സംഘം. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണ്? അസർബൈജാൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? AK ഗോപാലൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലിംബ് വ്യവസ്ഥയെ കുറിച്ച് ശരിയല്ലാത്തത് ഏതാ? വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു. DNA-യിലുള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? തൈമിൻ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ജീവകം C. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ്? H5N1. ഷിക് ടെസ്റ്റ് ഏത് രോഗ നിർണയത്തിന് ഉപയോഗിക്കുന്നു? ഷിക് ടെസ്റ്റ്. ഡിഫ്തീരിയ. ആനക്കൊമ്പൻ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? ആനക്കൊമ്പൻ വെണ്ടയാണ്. അശ്വമേധം പദ്ധതിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാ? കുഷ്ഠരോഗ നിർമാർജനം. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്താണ്? DDT. ധാതുക്കളെയും അയിരുകളെയും സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. സിംഗിൾ ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിപ്പിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് ഏത് ഊഷ്മാവിൽ ആണ്? 4 ഡിഗ്രി സെൽഷ്യസ്. ഒരാറ്റത്തിന്റെ മൂന്നാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ 18 ആണ്. 18. ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകം ഏത്? വസ്തുവിന്റെ നിറം. പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതനകോണും പ്രതിഫലന കോണും തുല്യമാകുന്നത് എപ്പോഴാണ്? എപ്പോഴും തുല്യമാണ്. ഒരു കലോറി എത്ര ജൂളാ? ഒരു കലോറി 4.2 ജൂൾ. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉള്ള അളവ് ഏതാണ്? ഊർജം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാ? കൊബാൾട്ട് 60. അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിന്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അടുത്ത മാത്സ് ആൻഡ് മെന്റലബിലിറ്റി. എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക എത്രയാ? 110. 24, 60 എന്നീ സംഖ്യകളുടെ ലസാഗു 120. 0.061 into 1.3 വാല്യൂ എത്രയാ? 0.0793. വർഗവും വർഗമൂലവും തുല്യമായി വരുന്ന എണ്ണൽ സംഖ്യ ഏതാണ്? 1. ആദ്യത്തെ 5 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്രയാ? ഓപ്ഷൻ D 0. ഒരു കാർ 2 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിന്റെ വേഗത എത്രയാണ്? അതിന്റെ വേഗത 60 കിലോമീറ്റർ പെർ മണിക്കൂർ. 500 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 580 രൂപയ്ക്ക് വിറ്റാൽ ലാഭ ശതമാനം എത്രയാണ്? 10 ആണ്. 10. 2/7ന്റെയും 1/4ന്റെയും തുക എത്രയാ? 15/28. 4 വ്യക്തികളുടെ ശരാശരി പ്രായം 40 ആണ്. പുതിയ ഒരാൾ കൂടി വന്നപ്പോൾ
ശരാശരി പ്രായം 45 വർദ്ധിച്ചു എങ്കിൽ പുതിയതായി വന്ന ആളുടെ പ്രായം എത്രയാ? 65. 60നും 70നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ തുക 128 ആണ്. 2, 6, 12, 20, 30 എന്ന ശ്രേണിയിലെ അടുത്ത പദം എത്രയാണ്? 42. ഒരു സംഖ്യയുടെ 2/3 ഭാഗം 80 ആണെങ്കിൽ സംഖ്യ 120. 15 into 6 plus 120 divided by 4 minus 50 വാല്യൂ എത്രയാണ്? 70. 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടും? 2/10 തന്നെയാണ് ഉത്തരം. അച്ഛന്റെ മകന്റെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അനുപാതം 5:1 ആണ്. 4 വർഷം കഴിഞ്ഞ് ഇത് 4:1 ആകുന്നു എങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 60. താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഇതിൽ ഒറ്റയാൻ 42 ആണ്. ബാക്കിയെല്ലാം സ്ക്വയേഴ്സ് ആണ്. ഒരു വാച്ച് 20% നഷ്ടത്തിൽ 400 രൂപയ്ക്ക് വിറ്റു എങ്കിൽ വാങ്ങിയ വില എത്രയാണ്? 500 രൂപ. 8, 11, 14, 17, 20 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്ര? 730. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിന്റെ വർഗം 64 ആയാൽ സംഖ്യ 5. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി ഭാരം 35 കിലോഗ്രാം ആണ്. ടീച്ചറെയും ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി ഭാരം 36 കിലോഗ്രാം ആയാൽ ടീച്ചറുടെ ഭാരം എത്ര? 66 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 100 ചോദ്യങ്ങൾ. നിങ്ങൾ മാർക്ക് നോക്കിക്കോളാം. ഏതെങ്കിലും ചോദ്യം ചലഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്തോളാം. റെഫറൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. പിന്നെ നമ്മുടെ കമ്പനി LGS മെയിൻസ് ബാച്ചിന്റെ കാര്യം മറക്കണ്ട. August 10 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് കൊടുത്തേക്കാവേ. ഹർഷിത എഡ്യൂടെക് ആപ്പിന്റെ ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.